ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഇതും ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ലോങ് വീഡിയോ ആണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് സീനിലല്ലേ നമ്മുടെ ഹീറോയും കാണിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ജയിലിൽ നിന്ന് 4 വർഷത്തിന് ശേഷം റിലീസായി വരികയാണ്. ഹീറോയിനാവട്ടെ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൊക്കയുമായിട്ട് അവനെ കാണാനായി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരിവരുടെ സ്കൂൾ കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് ഹീറോ ഇതുപോലെ ജയിലിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവന് കോളേജിലൊന്നും പോയി പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ഹീറോയിനാവട്ടെ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും വർഷം അവന് വേണ്ടിയിട്ടാണ് അവൾ കാത്തിരുന്നത്. വളരെയധികം ലേറ്റ് ആയിട്ടാണ് അവനെ അവളോടുള്ള ഇഷ്ടം അവൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ ഒരിക്കലും അവനെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകില്ല എന്ന് അവൾ മനസ്സിലുറപ്പിക്കുന്നു. അവളെ കണ്ടയുടനെ തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നമ്മൾക്കിടയിലുള്ള എല്ലാ ബന്ധവും 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞു പോയതാണ്. ഇനി ഒരിക്കലും അത് പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല എന്ന്. പിന്നീട് ഹീറോ ആവട്ടെ അവരുടെ സ്കൂളിലെ ഫൈനൽ ഡേ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ലാസ്റ്റ് ഡേയുടെ അന്ന് ചൈനീസിന്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവളുടെ ഡാൻസ് വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇന്ന് തന്നെ അവളെ പ്രപ്പോസ് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് ഒരു ബൊക്കയുമായിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു. അവരുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന ലീ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹിക്കുന്ന പെണ്ണിനോട് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചാൽ ഏതെങ്കിലും ഒരു ആണൊരുത്തന്നെ സഹിക്കുമോ? എന്നിരുന്നാലും ഹീറോ അവനെ പിടിച്ച് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അതിനുശേഷം ഒരു വടിയെടുത്ത് അവന്റെ കാല് വരെ തല്ലി ഒടിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് മറ്റുള്ള വിദ്യാർത്ഥികളും ഹീറോയിനും അതുപോലെ എല്ലാവരും ഇവിടെ ഓടിക്കൂടുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിന് നാണക്കേടാവുമെന്ന് കരുതി ഈ വിവരം ഹീറോ പുറത്തു പറയുന്നില്ല. സത്യങ്ങളൊന്നും അവൻ തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലാഷ് ബാക്കിൽ നിന്ന് നേരെ പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഹീറോയെ റിസീവ് ചെയ്യാനായിട്ട് അവന്റെ സ്കൂൾ ഡേയ്സിലെ അടുത്ത സുഹൃത്ത് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് ക്രഷ് എന്നാണ്. അവൻ പറയുന്നുണ്ട്, നിനക്കെന്താടാ ജയിലിൽ നന്നായിട്ട് ആഹാരമൊന്നും തന്നില്ലേ? വല്ലാതെ ഉണങ്ങിപ്പോയല്ലോ. നിനക്ക് ഞാൻ നല്ല ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബൊക്കയും തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരവിടെ നിന്ന് നേരെ ബാറിലേക്കാണ് പോയത്. അവന്റെ സ്കൂൾ ഡേയ്സിലെ മറ്റുള്ള ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അവന്റെ മറ്റൊരു സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഇവിടെ ഒരുപാട് ഗേൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ 4 വർഷങ്ങൾക്ക് ശേഷമല്ലേ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും സെലക്ട് ചെയ്തോളാൻ പറയുന്നുണ്ട്. അവനവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇനി ഒരു തവണ കൂടി പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവളുമാരോടൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ആ പെൺകുട്ടികളൊക്കെ പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ക്രഷിനെ വിളിച്ചിട്ട് ഹീറോയുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട്. ക്രഷ് ആവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവരുടെ സ്കൂൾ ഡേയ്സ് മുതലേ ഹീറോയിനെ വല്ലാതെ ഇഷ്ടമായിരുന്നല്ലോ ഹീറോയ്ക്ക്. അങ്ങനെ അവനാവട്ടെ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദാ ഹീറോയിൻ നിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് സംസാരിക്കുന്നു. പക്ഷെ ഹീറോ ആവട്ടെ ആ കോളം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ക്രഷ് ആവട്ടെ അവനറിയാതെ അവരുടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളാവട്ടെ അവനെ കാണാനായി ബാറിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യുവാവ് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ കാണാൻ വളരെ സുന്ദരിയാണല്ലോ. ഇങ്ങനെയുള്ള സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഈ ബാറിലേക്ക് വരുമോ? ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരുന്ന പോലെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി താൻ അവളെ സ്വന്തമാക്കാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അയാളെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അതുവരെ ഹീറോയിനെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം അതോടെ മാഞ്ഞു പോകുന്നുണ്ട്. അയാൾ ഭയത്തോടെ തന്നെ കസേരയിൽ ഇരിക്കുന്നു. ഹീറോ ആവട്ടെ തന്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പോകുന്നിടത്തില്ല, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേന്നൊക്കെ പറഞ്ഞ് അവളോട് ഹാർഷായി സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, അന്ന് ഗ്രാജുവേഷൻ ദിവസം നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നയാണെന്ന് ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നീ എന്നെ പ്രപ്പോസ് ചെയ്തതുമില്ല. അതിനുശേഷം നീ ജയിലിൽ വന്ന് ഞാൻ നിന്നെ പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും നീ എന്നെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. നിന്റെ വായിൽ നിന്ന് എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു വാക്ക് കേൾക്കാനാണ് ഞാനിങ്ങനെ നിന്റെ പുറകെ നടക്കുന്നതെന്ന് അവൾ അവനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ നീ അതൊക്കെ വിശ്വസിച്ചോണം. നിന്നെ പ്രണയിക്കാൻ എനിക്ക് ഭ്രാന്താണോ? നീ എന്താ അത്ര ഭൂലോക സുന്ദരിയാണോ? എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്ന് മുഖത്തടിച്ച വണ്ണം അവൻ അവളോട് പറയുന്നുണ്ട്. നീ തന്നെ മുൻപിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ ഇടക്കേറി ബ്ലോക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, എന്റെ മേലിൽ നിനക്ക് ഇൻട്രസ്റ്റ് അല്ലെന്നല്ലേ പറയുന്നത്? എങ്കിൽ പിന്നെ നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഭയന്നോടേണ്ട കാര്യം എന്താ? എന്റെ കണ്ണിൽ നോക്കിയിട്ട് ഇനിയെങ്കിലും സത്യം പറ, എന്നെ നീ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ എന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ വളരെ സുന്ദരി തന്നെയാണ്. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നാതിരിക്കില്ല.
നീ ഇപ്പോൾ അകത്ത് കുറച്ച് പെൺകുട്ടികളെ കണ്ടില്ലേ, അവരും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, അവരെ പോലെ തന്നെയാണ് നീയും എന്ന് അവളെ വളരെയധികം ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നു. അവന്റെ മൂർച്ചയേറിയ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പക്ഷെ ഇനിയും അവനെ വിട്ടുകളയാൻ അവൾ തയ്യാറല്ലായിരുന്നു. വീണ്ടും അവളോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഒരു നിമിഷത്തിൽ പോലും അവളോട് അവന് സ്നേഹം തോന്നിയിരുന്നില്ലേ എന്ന്. പിന്നീട് അവരിരുവരും ആദ്യമായി കണ്ടുമുട്ടിയ ദിവസത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഹീറോയുടെ ക്ലാസ്സിലേക്ക് വന്ന ഒരു ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആയിരുന്നു. ഹീറോയുടെ മുൻപിലത്തെ സീറ്റിലാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ കയ്യിൽ പേനയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അവളുടെ സീറ്റിലെ അടിഭാഗത്തേക്ക് കാലുകൊണ്ടൊരു തട്ട് കൊടുത്തിട്ട് അവളോട് പേന ആവശ്യപ്പെടുന്നുണ്ട്. അവനങ്ങനെ തട്ടുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അവനെ കാണാൻ തന്നെ പേടിയാവുന്നുണ്ട്, നീ ആ പേന എങ്ങ് അവന് കൊടുത്തേക്കാൻ. ഫ്രണ്ടിനോട് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ഡയറിയിലേക്ക് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ എഴുതുന്നുണ്ട്. ഇവനുമായി നമുക്കൊരു കണക്ഷനും വേണ്ട, എൻ്റെ പേന പോലും ഞാൻ അവന് കൊടുക്കില്ല, അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ അവനൊരു റൗഡി പയ്യനാണെന്ന് തോന്നുന്നു എന്നൊക്കെ എഴുതി അവൾ ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അവൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഡയറി ഹീറോ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവനത് കറക്റ്റായിട്ട് വായിച്ചു പോകുന്നുണ്ട്. ഉടനടി ഹീറോ ആവട്ടെ ഹീറോനെ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട്, നിനക്ക് എന്നെ കണ്ടിട്ട് റൗഡി പയ്യനെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ അവൾ അങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്നത് കൊണ്ട് തന്നെ അവനിൽ നിന്ന് അവൾ രക്ഷപ്പെടുന്നുണ്ട്. ക്ലാസ് അവസാനിച്ചതിന് ശേഷം അവന്റെ കയ്യിൽ പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോയിന് ഈ സമയത്ത് പീരീഡ്സ് ആവുന്നുണ്ട്. ഹീറോ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. ഉടനടി അവളുടെ അടുത്ത് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് സീറ്റിലേക്ക് ഇരുത്തുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് കരുതിയിരുന്നത് അവനെ ഇങ്ങനെ റൗഡി പയ്യനെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അവൻ അവളുമായി ഒരു പ്രശ്നത്തിന് ഒരുങ്ങുകയാണെന്നാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നം വേണ്ട, ഇനി ഒരിക്കലും അവൾ ഇങ്ങനെ പറയത്തില്ല, ദയവ് ചെയ്ത് അവളെ വിട്ടേക്കോ എന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അതൊന്നും കേൾക്കാത്ത മട്ടില്, ക്ലാസ് കഴിഞ്ഞില്ല, ഇനി എല്ലാവരും ഇവിടെ നിൽക്കുന്നേ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ക്ലാസ്സിൽ എല്ലാവരും ഇവൻ പറഞ്ഞു വിട്ടല്ലോ, ഇനി തന്നെ ഇവൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ പരിഭ്രാന്തിയോടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ ഷർട്ട് ഊരിയിട്ട് അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ മാത്രമാണ് തനിക്ക് പീരീഡ്സ് ആയെന്നുള്ള കാര്യം അവൾക്കും അതുപോലെ ഫ്രണ്ടിനും മനസ്സിലാവുന്നത് തന്നെ. അവൾക്കാവട്ടെ വല്ലാത്ത ചമ്മലും ഒന്നുണ്ട്. ആ ഒരു ദിവസത്തിന് ശേഷം ഹീറോയ്ക്ക് ഹീറോയിന്റെ മേലെ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ എവിടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് അവതരിപ്പിക്കാൻ പോയാലും അവൾ അറിയാതെ അവൾ പെർഫോം ചെയ്യുന്നത് നോക്കി വളരെ സന്തോഷത്തോടെ അവൻ നിൽക്കാറുണ്ട്. സ്കൂളിൽ അവൾ ഡാൻസ് പെർഫോമൻസ് ചെയ്യുമ്പോൾ പോലും അവനത് മാറി നിന്ന് രസിച്ച് കാണുന്നുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ അവൾക്ക് പല വിധത്തിലുള്ള ഹെൽപ്പുകളും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാവട്ടെ പഠിത്തത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഹീറോയിനെ അങ്ങനെ വിട്ടുകളയാൻ അവന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും അവൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ പറ്റില്ലല്ലോ. അവൾ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ നന്നായി പഠിച്ച് അഡ്മിഷൻ നേടണമെന്ന് അവനും ആഗ്രഹിക്കുന്നു. എന്നാൽ അവനെ അറിയില്ലായിരുന്നു ഇതുപോലെ അവന്റെ ഇഷ്ടം അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായെന്നും അവൾക്കും അതുപോലെ അവനോടൊരിഷ്ടം തോന്നിയിട്ടുണ്ടെന്നുമുള്ള കാര്യം. ഫ്ലാഷ് ബാക്കിൽ നിന്ന് വീണ്ടും അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം മുതൽ പിന്നീടുള്ള ഓരോ കാര്യങ്ങളും താൻ മറന്നിട്ടില്ല എന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയാണോ? എന്നാൽ നിന്നെ കണ്ട മുതലുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. നീ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉള്ളതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. നിനക്കും എനിക്കും തമ്മിൽ യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല എന്നൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവൻ സംസാരിക്കുമ്പോൾ അവൾ കുറച്ച് ട്രിഗർ ആവുന്നുണ്ട്. നീ ഒരു ആൺകുട്ടിയെയല്ല, നിനക്ക് മുഖത്ത് നോക്കി സത്യം എന്താണെന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ 4 വർഷം ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, ഇനിയും കാത്തിരിക്കാൻ പോകുന്നത്. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരെയും നിന്റെ പിന്നാലെ നടക്കുകയും നീ പോകുന്നിടത്ത് വരികയും ഒക്കെ ഞാൻ ചെയ്യും. നിന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നിന്നെ വിട്ടിട്ട് ഇനി എനിക്കൊരു ജീവിതവും ഇല്ല എന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ തിരികെ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയുടെ അച്ഛനാവട്ടെ അവനെ കാണാൻ വരുന്നുണ്ട്. അവനാവട്ടെ ഒരുപാട് മദ്യപിച്ചിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, നീ നമ്മുടെ കുടുംബത്തിന്റെ പേരും അന്തസ്സും ഒക്കെ കളഞ്ഞു പൊളിച്ചിരിക്കുന്നു. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എന്റെ സ്വത്തുക്കളും ഇമേജും എല്ലാം നീ തകർത്ത് കളയുമെന്നാ തോന്നിയെന്നൊക്കെ അവന്റെ അച്ഛൻ അവനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നീ എന്റെ മകനായി പോയില്ലേ, നിനക്ക് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസും കൂടി തരാം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ആ പെൺകുട്ടി വേറെ ആരും ആയിരുന്നില്ല, ഹീറോയിനായിരുന്നു. ഹീറോ ആവട്ടെ ആദ്യം റിയാക്ട് ചെയ്യാതെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എഴുന്നേറ്റ് വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥയുണ്ടായത്. ഹീറോയുടെ അമ്മ വളരെ സമ്പന്നയായിരുന്നു. ഹീറോയുടെ അച്ഛനാവട്ടെ അവരുടെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് അവരെ വിവാഹം കഴിച്ചത്. അവരുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയതിനു ശേഷം അവരെ ഇല്ലാതാക്കുകയായിരുന്നു. ഹീറോയിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ അവളെയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്.
അതുമാത്രമല്ല തന്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നും ഹീറോ മുഖത്തടിച്ചണക്ക് പറയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ബിസിനസ് ഓരോന്നായി തകരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് ഹീറോ അയാളോട് ഒരു വാശിയോടെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുന്നുണ്ട്. എന്നിരുന്നാലും അവന്റെ അച്ഛൻ അവളെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്നൊരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരാവട്ടെ ഇനി അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഹീറോയിനെ വല്ലോ അയാൾ ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിച്ചിട്ടായാലും നല്ലപോലെ സംരക്ഷിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവനിങ്ങനെ അവളെ ഒഴിവാക്കാനുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ അവനിങ്ങനെ 4 കൊല്ലം ജയിലിൽ കിടന്നതല്ലേ. അവനെ പോലെ ഒരാള് അവൾക്കൊരിക്കലും യോഗ്യനല്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത്. അവൻ വീട്ടിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഹീറോയിന്റെ അച്ഛനും അതുപോലെ സഹോദരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവളുടെ മൂത്ത സഹോദരൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഒരു ജയിൽ പുള്ളിക്ക് തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? അവന്റെ പേരിൽ ഒരു സ്വത്തുവകകളും ഇല്ല. അവന്റെ അച്ഛൻ തനിയനാണ്. പക്ഷേ അവളുടെ കരിയർ ഇങ്ങനെ ഒരാളോടൊപ്പം ജീവിച്ച് നശിപ്പിക്കേണ്ടതല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ പയ്യൻ ഇന്ന് അവളെ മീറ്റ് ചെയ്യാനായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. മൂത്ത സഹോദരൻ ഈ സമയത്ത് പറയുന്നുണ്ട് എന്നിരുന്നാലും അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത് തന്റെ അനിയത്തിയെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോ ആവട്ടെ വീട്ടിനകത്തേക്ക് പോകാതെ പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. കാരണം ഒരു ജയിൽ പുള്ളിക്ക് ഒരിക്കലും അവൾ മാച്ച് ആവില്ല. അവളുടെ സഹോദരൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരിക്കലും അവളുടെ കരിയർ താൻ നശിപ്പിക്കാൻ പാടില്ല. അവൾ നല്ലൊരാളെ വിവാഹം കഴിച്ച് നന്നായി ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ സമയത്ത് ഹീറോയിനാവട്ടെ അവളുടെ അച്ഛൻ്റെ അടുത്ത് മൂത്ത സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഹീറോയെ മാത്രമേ വിവാഹം കഴിക്കൂ. നിങ്ങൾ വേറെ ആരെ വിവാഹം കഴിക്കാൻ പറഞ്ഞാലും താൻ വിവാഹം കഴിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയുമ്പോൾ അവളുടെ സഹോദരനും അച്ഛനും പറയുന്നുണ്ട്, നീ ഇനി വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ട, അവനെ കൊണ്ട് തന്നെ എന്തായാലും വിവാഹം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോനാവട്ടെ അവളുടെ 2 ഫ്രണ്ട്സിനെ ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടിയായിട്ടുള്ള ഫ്രണ്ടും ഉണ്ട്, അതുപോലെ ഒരു ആൺകുട്ടിയായിട്ടുള്ള ഫ്രണ്ടും ഉണ്ട്. അവൾക്ക് ആൺകുട്ടിയായിട്ടുള്ള ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, ഒരു പയ്യനെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ആ ഐഡിയ ഒന്ന് പ്രയോഗിച്ചു നോക്ക്, അവൻ നിന്റെ പിന്നാലെ നടക്കുമെന്ന് അവൻ വാദിക്കുന്നുണ്ട്. അവളുടെ ആൺസുഹൃത്താവട്ടെ ഉടനടി അവളുടെ കൈ പിടിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഫോട്ടോ ഹീറോ കാണുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കറക്റ്റായിട്ട് ഹീറോയുടെ ഫ്രണ്ട് ക്രഷ് ഉണ്ടല്ലോ, അവൻ ഈ ഫോട്ടോ ഹീറോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവളിപ്പോൾ ഓൾറെഡി പുതിയൊരാളെ സെറ്റാക്കിയല്ലോ. കുറച്ച് മുമ്പ് വരെ നിന്റെ പിന്നാലെ നടന്നില്ലേ, ഇപ്പൊ മറ്റൊരാളുമായി കമ്മിറ്റഡ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്രഷ് ആവട്ടെ ഹീറോയെ എരിപിരി കയറ്റുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ ഹീറോയിന്റെ അടുത്ത് അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ആളിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ട്. അവന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബൈക്ക് റേസിംഗും അതുപോലെ കാർ റേസിംഗിനുമാണ്. ഇന്ന് രാത്രിയിലും ഹീറോ റേസിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെന്നും നീയും എന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിച്ചുകൊണ്ട് ആ റേസിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് വരണമെന്നും ആ ആൺ സുഹൃത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ അവളുടെ ഫ്രണ്ട് ആവട്ടെ അവളെ അവന്റെ ഗേൾ ഫ്രണ്ട് പോലെ ആ കാർ റേസിംഗിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരെ രണ്ടുപേരെ അങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ ഹീറോയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോയെ എരിപിരി കയറ്റാനായിട്ട് അവൻ ഹീറോയിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുമുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജയിലിലായിരുന്നപ്പോൾ കറക്റ്റിന് ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നല്ലോ, ഇപ്പോൾ നിന്റെ അച്ഛൻ കറക്റ്റായിട്ട് നിനക്ക് ഭക്ഷണമൊക്കെ തരുന്നുണ്ടോ എന്ന രീതിയിൽ അവനെ നാണം കെടുത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ വളരെ ദേഷ്യത്തോടെ തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് വായിക്ക് നല്ല നീളമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, വാ നമുക്കൊരു മത്സരം വെക്കാം. എന്റെ ഗേൾഫ്രണ്ട് എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ജയിക്കും എന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാകെ അന്താളിക്കുന്നുണ്ട്. ഇവൻ എന്തിനാ ഇത്രയധികം ഓവറായി സംസാരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവിടെ വെച്ചൊന്നും തുറന്ന് ചോദിക്കാൻ സാധിക്കില്ലല്ലോ. എന്നിരുന്നാലും റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ തന്നെയാണ് അതിൽ വിജയിക്കുന്നത്. അപ്പോൾ ഹീറോ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ അവൻ്റെ കൂടെ പറയുന്നുണ്ട്, നിനക്ക് ഈ വാ കൊണ്ട് പറയുന്ന പറച്ചില് മാത്രമേ ഉള്ളല്ലേ, അല്ലാതെ പ്രവർത്തിക്കുന്ന ശീലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിന്റെ ഫ്രണ്ടിനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, റേസിൽ ഞാൻ തോറ്റാലും എന്താ, എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ കൂടെ ഇല്ലേ, അവളാണ് എന്റെ ലക്കി ചാം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഹീറോയിന് ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇവൻ ഞങ്ങളെ രണ്ടുപേരും ചേർത്ത് വെക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പോകാത്ത വഴിയിൽ ഇവൻ ആക്കി വെക്കുമല്ലോ എന്നൊക്കെ അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ഒരു ക്ലബിലേക്ക് പോയി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട് വളരെ റൊമാൻറ്റിക് അയാളോട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്ക് സഹിക്ക വയ്യാതെ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവളാവട്ടെ കുറച്ച് ഡിമാൻഡ് ഇട്ടാണൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ടൈം ഇല്ല എന്നൊക്കെ. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നീ എന്തിനാ എന്റെ മുൻപിൽ ഇങ്ങനെ നടിക്കുന്നത്, അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ?
മതി, നിർത്തിക്കോ നിന്റെ നാടകം, എന്റെ മുൻപിൽ നിന്ന് പൊക്കോന്ന് തന്നെ ഹീറോ അവളുടെ അടുത്ത് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, നാടകമാണെങ്കിൽ തന്നെ നീ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഇനി അഥവാ ഞാൻ നാടകം കളിക്കുവാണെങ്കിലും നിനക്കതിനെന്താ പ്രശ്നം? അവൻ ഈ സമയത്ത് പറയുന്നുണ്ട്, നിന്റെ മുഖം കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല, നീ ദയവ് ചെയ്ത് എന്റെ മുൻപിലേക്ക് ഇനി വരരുതെന്ന്. ഹീറോയിൻ ഇത് കേട്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ടെങ്കിലും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല, എന്നെ വിഷമിപ്പിക്കാനും നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുമല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഇനിയും വരും, എന്റെ ഈ മുഖവുമായിട്ട് നിന്റെ മുൻപിൽ തന്നെ ഞാൻ വരികയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞിട്ട് അവള് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഹീറോയ്ക്കും ഇത് കണ്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ ആവട്ടെ കോളിംഗ് ബെല്ല് കേട്ട് കതവ് തുറന്നു നോക്കുമ്പോൾ ഹീറോയിനാണ് ഉണ്ടായിരുന്നത്. അവളാവട്ടെ അവന് നേർക്ക് അവള് പ്രിപ്പയർ ചെയ്തുകൊണ്ടെന്ന ഫുഡ് നീട്ടുന്നുണ്ട്. അവനാവട്ടെ അവളാണെന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ വാതിലടയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഈ ഫുഡ് മാത്രം മേടിച്ചാൽ മതി, താൻ അകത്തേക്ക് വരില്ല, അവന് വേണ്ടി സ്പെഷ്യലായി കുക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിതൊന്നും കഴിക്കില്ല എന്ന്. അവളാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല, ഈ ഫുഡ് മാത്രം ഇവിടെ വെച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫുഡ് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. അവൾ പോയ പുറകിന് തന്നെ അവൻ ആ ഫുഡ് എടുത്തു വെച്ച് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഹീറോയും അവളും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതും കണ്ടുകൊണ്ടാണ് അവൾ ഞെട്ടി ഉണരുന്നത്. വന്ന് അവള് വളരെ മോശമായി വരികയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് തലയ്ക്കും കൈ കൊടുത്താണ് അവൾ എഴുന്നേൽക്കുന്നത്. അവളാവട്ടെ ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള ക്രഷിന്റെ അടുത്ത് ഹീറോ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫുൾ ലിസ്റ്റ് തന്നെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് രാവിലെ തന്നെ ജോഗിങ്ങിന് പോകുന്ന ശീലമുണ്ടെന്ന് മനസ്സിലാക്കിയ അവള് അവന്റെ പുറകെ തന്നെ ജോഗിങ്ങിന് വെച്ച് പിടിക്കുന്നുണ്ട്. അവളാവട്ടെ ഓടിക്കൊണ്ടിരുന്നവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ താമസിക്കാൻ വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും നിന്നെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യില്ല, പകരം നിന്റെ വീചാറ്റ് ഐഡി മാത്രം തന്നാൽ മതി എന്ന് അവൾ വളരെ പ്രതീക്ഷയോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ അവൻ വീചാറ്റ് ഐഡി കൊടുക്കുമെന്ന് കരുതി അവള് വളരെ പ്രതീക്ഷയോടെ തന്നെ സ്കാൻ ചെയ്യാനായി ഫോൺ അവന്റെ മുൻപിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നാൽ അബദ്ധവശാൽ അതിലാവട്ടെ അവള് നേരത്തെ ചെയ്ത ഫോൺ സെർച്ച് ഹിസ്റ്ററിയുടെ പേജാണ് വന്നു കിടക്കുന്നത്. അതിലാവട്ടെ അവള് കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടായിരുന്നല്ലോ. അവളുടെ സെർച്ച് ഹിസ്റ്ററി എന്തെന്ന് വെച്ചാല് സ്വപ്നത്തില് താനും തന്റെ ബോയ് ഫ്രണ്ടും കൂടി റൊമാൻസ് ചെയ്യുന്നത് കാണുന്നു. അതിന്റെ അർത്ഥം എന്തെന്നായിരുന്നു അതിലവള് ടൈപ്പ് ചെയ്തിരുന്നത്. അവനാവട്ടെ അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ചിരി അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഫോൺ തിരിച്ചു പിടിച്ച് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ മാത്രമാണ് അവൾക്കും കാര്യം മനസ്സിലായത്. അയ്യയ്യോ, നാണം കെട്ടല്ലോ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് മെസ്സേജ് ചെയ്യണമേ എന്ന് അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതിനോടകം തന്നെ അവന്റെ വീചാറ്റ് ഐഡി കിട്ടിയിരുന്നു, ഹീറോയുടെ ഫ്രണ്ട് വഴി. അവളാവട്ടെ ഹീറോയെ വീചാറ്റ് ഐഡിയിൽ ആഡ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നാളെ എത്ര മണിക്കാണ് ജോഗിങ്ങിന് പോണേ, എത്ര മണിക്കാണ് ഷോപ്പിങ്ങിന് പോണേ എന്നൊക്കെ ചോദിച്ച് തുരതുരയെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് അവളടുത്ത് സോറി പറഞ്ഞിട്ട് മെസ്സേജസും അതുപോലെ തന്നെ അവളുടെ കോണ്ടാക്റ്റും ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഹീറോയിനും മനസ്സിൽ കരുതുന്നുണ്ട്, നീ ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് നല്ല ബോധ്യമുണ്ടെന്ന്. അങ്ങനെ ഹീറോ റേസിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഹീറോയുടെ അച്ഛൻ വന്നിട്ട് വീണ്ടും അവനോട് കല്യാണക്കാര്യം പറയുന്നുണ്ട്. അവൻ പഴയതിനെക്കാട്ടിലും ദേഷ്യത്തോടെ തന്നെയാണ് ഇപ്പോഴും അച്ഛനോട് സംസാരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ഇരുന്നത്. തന്റെ അമ്മയുടെ മരണത്തിന് കാരണം തന്നെ അച്ഛനാണെന്നും ഇനി തന്റെ ഗേൾഫ്രണ്ടിന്റെ ജീവനും കൂടി എടുക്കണമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവളെ എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അതും നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോ തീർത്തു പറയുന്നു. അവന്റെ അച്ഛനാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കുടുംബമൊന്നും മുഖ്യമല്ല, എന്റെ ബിസിനസ് തന്നെയാണ് മുഖ്യമെന്ന്. ഈ ഒരു പറച്ചിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അയാൾ ബിസിനസിന് വേണ്ടി ഏതൊരറ്റം വരെയും പോകുമെന്ന്. ഹീറോ ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അവന്റെ അച്ഛൻ ഇങ്ങനെ വന്ന് സംസാരിച്ചതിന് ശേഷം ഹീറോയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പക്ഷെ ആവട്ടെ ഹീറോയിനെ വിളിച്ച് അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അവൻ എന്നെ കാണാൻ വരില്ലെന്ന് അറിയില്ലേ, എത്രയും പെട്ടെന്ന് അവൻ എവിടെയെന്ന് കണ്ടെത്ത്. അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിൻ അവനെ കണ്ടെത്തുന്നുണ്ട്. അവനാവട്ടെ ഒരു സ്ഥലത്തിരുന്ന് ഒരുപാട് മദ്യപിക്കുകയായിരുന്നു. ഹീറോയിനെ കണ്ടിട്ട് പോലും അവൻ അങ്ങനെയും ഒന്നും പറയാതെ അനങ്ങാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ അത്രത്തോളം മദ്യപിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ ഉടനടി ക്രഷിനെ വിളിക്കുന്നുണ്ട്. അവള് ക്രഷിനോട് പറയുന്നുണ്ട് അവനെ വീട്ടിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ. എന്നാൽ ഈ സമയത്ത് ക്രഷ് പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് ലീയെ ഒരുപാട് ഉപദ്രവിച്ച് അവന്റെ കാല് തല്ലി ഓടിച്ചിട്ട് അവൻ ജയിലിൽ പോയെന്ന് ആർക്കും അറിയില്ല എന്ന്. പക്ഷെ അവന്റെ അടുത്ത കൂട്ടുകാരനായിട്ട് പോലും അതിന്റെ പിന്നിലെ കാര്യം എന്തെന്ന് അവൻ ഒരിക്കലും അവനോട് പോലും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ആരോ അവളെ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അപകടം മനസ്സിലാക്കി അവളാവട്ടെ അവളുടെ ഫ്രണ്ട് ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്നുള്ള രീതിയിൽ ദാ വന്നു എന്നുള്ള രീതിയിൽ ഫോൺ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ മറ്റൊരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പിന്തുടരുന്ന ആള് പിന്തിരിഞ്ഞു പോകുമെന്ന് അവൾ കരുതുന്നു.
അവളെ പിന്തുടരുന്നയാള് അവളിങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ അവളെ ഇനി പിന്തുടർന്നാൽ അപകടമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ അയാള് പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയുടെ വീട്ടിൽ ചെന്ന് ക്രഷ് ആവട്ടെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ആ ഫ്രൂട്ട്സ് അവിടെ വെക്കുക, അത് നിനക്കുള്ളതല്ല എന്ന്. അപ്പോൾ ക്രഷും അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, നീ സാധാരണ ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ മേടിച്ചു വെക്കുന്നത്, ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചു വെക്കാറില്ലല്ലോ, എന്തായാലും നീ ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ല, ഞാനെങ്കിലും കഴിക്കട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. അത് നിനക്കുള്ളതല്ല, നീ ദൈവത്തെ ഓർത്ത് അതവിടെ വെച്ചേക്ക് എന്ന് ഹീറോ പറയുന്നുണ്ട്. അത് ഹീറോയിൻ അവന് വേണ്ടി കൊടുത്തുവിട്ടതായിരുന്നു. അപ്പോൾ ക്രഷ് പറയുന്നുണ്ട്, എടാ പെൺകൊച്ച് നിന്നെ ട്രൂ ആയിട്ടാണ് ലവ് ചെയ്യുന്നത്, പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, എന്റെ കൂടെ ഇരുന്നാൽ അവളുടെ ലൈഫ് ഒരിക്കലും നന്നായി പോകില്ല, അവളുടെ നല്ലൊരു ഫ്യൂച്ചറിന് ഇങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് അവൻ ക്രഷിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അവളെ ഇങ്ങനെ ഒരാൾ ഫോളോ ചെയ്തില്ലേ ആ കാര്യങ്ങളൊക്കെ. അവളുടെ ഫ്രണ്ട് ആവട്ടെ ഒരു ഊമയാണ്, അവള് ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട് അവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇനി തന്നെ വിളിക്കണമെന്ന്. അങ്ങനെ ക്രഷ് ആവട്ടെ ഹീറോയിന്റെ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഹീറോയെ കമ്പൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിലാണ് ഇരിക്കുന്നത്. ഹീറോയ്ക്ക് അവളെ വളരെ ഇഷ്ടമാണെങ്കിൽ പോലും അവൻ അവൾക്ക് തീരെ യോജിച്ചല്ല എന്നൊരു ചിന്ത അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അവളുടെ പെർഫോമൻസ് അവസാനിച്ചതിന് ശേഷം അവൾ കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോകണമെന്ന് കരുതിക്കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാനായി ഇറങ്ങുന്നു. എന്നാൽ ഈ സമയത്ത് ആരോ അവനെ പിന്തുടരുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കാൻ അവൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അയാൾ ഒളിക്കുന്നുണ്ട്. ഇതവൻ നോട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് വന്ന് അവന്റെ മുൻപിലേക്ക് നിൽക്കുന്നുണ്ട്. അവള് വളരെ സന്തോഷത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, എന്നെ കാണാനല്ലേ വന്നത്, എന്നിട്ടൊരു വാക്കുപോലും പറയാതെ പോവുകയാണോ, എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഹീറോയ്ക്കാവട്ടെ അവനെ കൃത്യമായി ആരോ ഫോളോ ചെയ്തതായിട്ട് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു പെണ്ണ് തന്നെയാണോ, എത്ര തവണ നിന്നോട് പറഞ്ഞു എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. അവൾക്ക് നല്ല വിഷമമായെങ്കിലും അവള് ചോദിക്കുന്നുണ്ട്, എന്റെ പെർഫോമൻസ് കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ വന്നത്? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്. നീ അത്രയ്ക്ക് വലിയ സുന്ദരിയാണോ, നിന്റെ പിന്നാലെ ആൺപിള്ളേരിങ്ങനെ കറങ്ങി നടക്കാൻ? നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പ, മേലാൽ എന്റെ മുൻപിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ ഹീറോയിന്റെ കണ്ണുകളാകെ നിറയുന്നുണ്ട്. അവള് വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവളങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടിട്ട് ഹീറോയ്ക്കും വല്ലാതെ വിഷമമാവുന്നുണ്ട്. പക്ഷെ അവനെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവളോടിങ്ങനെ രൂക്ഷമായി അവൻ പെരുമാറിയത്. ഹീറോ ഇങ്ങനെ വളരെ റൂഡായി അവളോട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവള് വല്ലാതെ വിഷമത്തിലായിരുന്നു. അവളെ സമാധാനപ്പെടുത്താനായിട്ട് അവളുടെ 2 ഫ്രണ്ട്സും ഒരു വെക്കേഷൻ പോലെ അവളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴാണ് അവരുടെ ഫ്ലാഷ് ബാക്കിൽ നടന്ന ഒരു കാര്യം കാണിക്കുന്നത്. ഹീറോയിനും അറിയാമായിരുന്നു ലീ ഇതുപോലെ ഒരു മോശകരമായ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ഹീറോ അവനെ അടിച്ചതെന്ന്. നാണക്കേട് ഓർത്തിട്ടാണ് അവളിത് പുറത്തു പറയാറുന്നത്. അതുപോലെ അവൾക്കുണ്ടാവുന്ന നാണക്കേടിനെ ഓർത്തിട്ട് തന്നെയാണ് ഹീറോയും അതവിടെ വെച്ച് പുറത്തു പറയാതെ ഇത്രയും നാള് അവന്റെ മനസ്സിലൊതുക്കിയിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവളെ ഇത്രയധികം വേദനിപ്പിച്ചിട്ട് പോലും അവളിങ്ങനെ അവന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനെ ഒരുപാട് മിസ് ചെയ്തിരുന്ന, ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളാവട്ടെ അവന് വേണ്ടിയിട്ട് അവിടെ വെച്ചൊരു പാട്ട് പാടുന്നുണ്ട്. ഇതിലെ കോമഡി എന്തെന്ന് വെച്ചാൽ ഹീറോയും അവള് പാടുന്ന ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതേ സ്ഥലത്ത് തന്നെ അവന്റെ ഫ്രണ്ടിനോടൊപ്പം കോഫി കുടിക്കാൻ അവനും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോയെ കാണുന്നത്. അങ്ങനെ അവള് വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ അവിടെ ഉണ്ടെന്ന് അവളുടെ ആൺ സുഹൃത്തും മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ ഈ വിഷമത്തിന്റെ കാരണം ഹീറോ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട് ദേഷ്യത്തോടെ തന്നെ അവനിട്ട് ഒരു ഇടി കൊടുക്കുന്നുണ്ട്. നീ അവൾക്ക് തീരെ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട് അവിടെ തലങ്ങും വിലങ്ങും അവനെ ഉപദ്രവിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്തൊക്കെ വളരെയധികം വിഷമത്തോടെ ബീച്ചിലൂടെ നടക്കുകയായിരുന്നു. ഈ സമയത്തും അവളെ ആരോ പിന്തുടരുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് അയാൾ അവളെ പിടികൂടിയിരുന്നു. അയാൾ അവിടെ ക്ലോറോഫോം ഉപയോഗിച്ച് അവളെ ബോധം കെടുത്തുന്നുമുണ്ട്. ഇപ്പോഴാണ് അവൻ ആരാണെന്ന് ശരിക്കും കാണിക്കുന്നത്. 4 വർഷത്തിന് മുമ്പ് ഹീറോ കാല് തല്ലി ഒടിച്ചായിരുന്നല്ലോ ലീ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനായിരുന്നു അത്. അവൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്റെ ടാർജറ്റേ അല്ലായിരുന്നു, എന്റെ ടാർജറ്റ് ഹീറോ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവന് നിന്നെ ഇഷ്ടമാണെന്നാണ്. നീയും അവന്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. 4 വർഷത്തിന് മുമ്പ് കണ്ടതുപോലെയല്ല നീയിപ്പോ വളരെ സുന്ദരിയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ കടത്തിക്കൊണ്ട് വന്നേ എന്നൊക്കെ വളരെ മോശകരമായ ഒരു ഇന്റൻഷൻ മനസ്സിൽ വെച്ച് തന്നെ അവൻ പെരുമാറുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നീ എന്നല്ല ആര് പറഞ്ഞാലും അവൻ വരും, പക്ഷെ ഞാൻ പറഞ്ഞാൽ അവൻ വരത്തില്ല. കാരണം അവൻ അത്രത്തോളം എന്നെ വെറുക്കുന്നുണ്ട്. പക്ഷെ ലീ പറയുന്നത് അവന് തീർച്ചയായിട്ടും അവളെ ഇഷ്ടമാണെന്നാണ്. ഹീറോയിന്റെ ഫ്രണ്ട്സ് ആവട്ടെ ഈ സമയം മുഴുവൻ അവളെ തേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ എവിടെ പോയെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് അവളുടെ കോള് വരുന്നുണ്ട്. അവള് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവളെ വിരട്ടി അവൻ വിളിപ്പിച്ചതാണ്.
ഹീറോ അവിടെ ആ കോള് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ, നിനക്കെന്നെ തീരെ ഇഷ്ടമല്ലല്ലോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഹീറോയിനെ ആരോ കടത്തിക്കൊണ്ട് പോയെന്ന് തന്നെ അവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അവർ പോലീസിൽ നേരത്തെ തന്നെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അവരതുകൊണ്ട് തന്നെ അവളുടെ ലൊക്കേഷൻ ഇപ്പോൾ ട്രേസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഹീറോ ആവട്ടെ ഈ സമയത്ത് ഹീറോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആക്ച്വൽ ആയിട്ടുള്ള എന്റെ ലൊക്കേഷൻ പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാമെന്ന്. ആക്ച്വലി കിഡ്നാപ്പറായ ലീക്ക് ഹീറോയാണല്ലോ ആവശ്യം. മെയിനായിട്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ അവളെ കടത്തിക്കൊണ്ടുപോയി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഒടുവിൽ അവൾ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതും ലീയുടെ പ്രേരണയിൽ തന്നെ. അങ്ങനെ സ്ഥലം മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ തന്റെ ജീവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവളെ രക്ഷിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവന്റെ ഫ്രണ്ട്സും ഹീറോയിന്റെ ഫ്രണ്ട്സും അതുപോലെ പോലീസുകാരും ഒക്കെ ഹീറോയെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഹീറോയിന്റെ കെട്ടടിക്കുന്ന സമയത്ത് ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കുന്നുണ്ട്. അവള് രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ലീക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അയാള് അവിടെ കിടന്ന ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ച് അവളെ കൊത്താനൊരുങ്ങുന്നു. കൃത്യമായ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ മുഖം നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ലീ വീണ്ടും ഒരു കത്തിയെടുത്ത് ഹീറോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻ ആവട്ടെ അവന്റെ മുൻപിലേക്ക് ചാടി കയറുകയും അങ്ങനെ ആ കത്തി കൊണ്ട് ഹീറോയിന് മുറിവേൽക്കുകയും ചെയ്യുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാത്ത ഹീറോ ആവട്ടെ അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അതിനിടയിൽ അവന്റെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും പോലീസുകാരും വന്ന് അവനെ പിടികൂടുന്നു. അങ്ങനെ ഹീറോയിനെ അവരെല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതാണ് പറ്റിയ അവസരമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നോ എന്ന്. ഈ സമയത്താണോ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവൻ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് ചോദിക്കുന്നുണ്ട്, അന്ന് സ്കൂൾ ഗ്രാജുവേഷൻ ടൈമില് നീ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ടല്ലേ വന്നേ എന്ന്. വേറെ വഴിയില്ലെന്ന് കണ്ട് ഹീറോ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് കേട്ടയുടനെ തന്നെ ഹീറോയിന്റെ ബോധം മറയുന്നുണ്ട്. പിന്നീട് അവള് കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. അവളുടെ ചുറ്റും അവളുടെ അച്ഛൻ, മൂത്ത സഹോദരൻ, അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഹീറോ മാത്രമില്ലായിരുന്നു. അപ്പോൾ അവളുടെ സഹോദരൻ വളരെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴും നീ ആ കൊലയാളിയെ പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ കാരണമാണ് നിനക്ക് മുറിവേറ്റ് ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്. ഹീറോ ആവട്ടെ അവനെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ട് വളരെയധികം ഫീൽ ചെയ്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അന്ന് ഹൈസ്കൂൾ ഗ്രാജുവേഷന്റെ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായി പറയുന്നുണ്ട്. ലീയുടെ കാല് തല്ലി ഒടിച്ചിട്ട് അവൻ 4 വർഷം ജയിലിൽ കിടന്നതിന്റെ പിന്നിലുള്ള സത്യം അവള് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു പറയുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛൻ ഈ സമയത്ത് പറയുന്നുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാമെന്ന്. അപ്പോൾ അവളുടെ സഹോദരൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ അവളെ പിന്നെ ആരാ നോക്കുന്നേന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അവള് കണ്ണു തുറന്നപ്പോൾ നമ്മളെ അല്ലല്ലോ അന്വേഷിച്ചത്, പുറത്തൊരാള് നിൽപ്പുണ്ടല്ലോ, അവൻ തന്നെ വന്ന് അവളെ നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിരുന്നാലും ഹീറോയിന്റെ സഹോദരനാവട്ടെ ഹീറോയെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പുറത്തു വരുന്ന സമയത്ത് ഹീറോയിന്റെ അച്ഛനാവട്ടെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ മകളെ നന്നായി നോക്കിക്കോ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാമെന്ന്. അങ്ങനെ അവൻ ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ അവന്റെ കയ്യിലുള്ള ഒരു മുറിവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും നേരം ഇതില് മരുന്ന് വെക്കാതെ ഇവിടെ ഇങ്ങനെ നിന്നെ എന്തിനാന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട് അവള്. അതിനുശേഷം അവന്റെ കയ്യിൽ അവള് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ഇപ്പോഴും പറയുന്ന എന്തെന്ന് വെച്ചാല് അവന്റെ കൂടെ ഇരുന്നാൽ അവളുടെ ലൈഫ് ഒരിക്കലും നന്നായിരിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അവളോട് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇല്ലാതെ എനിക്ക് ലൈഫേ ഇല്ലടാ ഭ്രാന്ത എന്ന് പറഞ്ഞിട്ട് അവനെ നേരിട്ട് കിസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം അവന്റെ ഇഷ്ടം അവന് മറച്ചു വെക്കാൻ പറ്റിയില്ല. അവനും അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം തന്നെ ഹീറോയിനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അവളുടെ സഹോദരനും അച്ഛനും വന്ന് അവളെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ സഹോദരനാവട്ടെ അവന്റെ അച്ഛനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അവനാവട്ടെ ജയിലിൽ നിന്ന് വന്ന ഒരു റൗഡി പയ്യനാണ്, സഹോദരിയെ എന്ത് വിശ്വസിച്ചാണ് അങ്ങനെ ഒരുത്തന്റെ അടുത്ത് ആക്കിയിട്ട് വന്നേ എന്നൊക്കെ ചോദിച്ച് സഹോദരൻ ഒരുപാട് അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛനും ഈ സമയത്ത് പറയുന്നുണ്ട്, നീ ചെറിയ പയ്യനാണ്, ഈ വക കാര്യങ്ങളിലൊന്നും അറിയണ്ട, അവൾക്ക് നല്ലതെന്താണ് ചീത്ത എന്താണെന്ന് നോക്കിയിട്ട് തെരഞ്ഞെടുത്ത് കൊടുക്കാൻ എനിക്കറിയാമെന്ന്. അതിനുശേഷം ഹീറോയിനും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു സമ്മർ വെക്കേഷന് പോകുന്നുണ്ട്. ഹീറോയിന്റെ ഈ ആൺസുഹൃത്തിനാവട്ടെ ഹീറോയെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് ഒന്നും അടുത്തില്ലാത്തപ്പോൾ ഹീറോ ചോദിക്കുന്നുമുണ്ട്, നിന്റെ ഫ്രണ്ട്സിന് എന്നെ തീരെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലോ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അവരിരുവരും എന്റെ ചെറുപ്രായം മുതലേ ഉള്ള കൂട്ടുകാരാണ്, നിങ്ങൾ കാരണം വീണ്ടും എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാമോ എന്നൊരു പേടിയാണ് അവർക്കൊക്കെ. കുഴപ്പമില്ല, അതൊക്കെ പതിയങ്ങ് മാറിക്കോളും, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവര് ഡേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ സ്വന്തമായിട്ട് ഒരു റേസിംഗ് ടീമിനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഹീറോയിനും ആവട്ടെ അവരുടെ മുമ്പിലൊക്കെ വെച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് ക്രിഞ്ച് ചെയ്തൊക്കെ
പെരുമാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് ടീം അംഗങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ സിംഗിൾസിന്റെ മുമ്പിലിരുന്ന് നിങ്ങൾ ഇങ്ങനൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ശാപം കിട്ടുമെന്നൊക്കെ അവർ തമാശ രൂപേണ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ വീചാറ്റ് ഐ ഡി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തായാലും തരാൻ പോകുന്നില്ല, കാരണം ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടും നീ എന്നെ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ആക്കിയതല്ലേ. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, പ്ലീസ് ഒന്നും കൂടി തന്നാൽ മതിയെന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അവരുടെ റേസ് ടീമില് ഒരു ബോഡി ബിൽഡർ ഉണ്ട്, അയാളുമായി മത്സരിച്ച് അവൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് വീചാറ്റ് ഐ ഡി തരാമെന്ന്. അവസാനം ഹീറോ തന്നെയാണ് ജയിക്കുന്നത്. അങ്ങനെ ഹീറോ അവിടെ നേരെ അവളെടുത്ത് വീചാറ്റ് ഐ ഡി ചോദിക്കാൻ വരുന്നുണ്ടെങ്കിലും ആരോ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറ്റിച്ചിട്ട് പോകാൻ ഒരുങ്ങുന്നെങ്കിലും അവൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട്, എൻ്റെ മോളെ ആരും വിളിക്കുന്നില്ല, മര്യാദയ്ക്ക് വീചാറ്റ് ഐ ഡി സ്കാൻ ചെയ്ത് തന്നിട്ട് പോ എന്ന് പറയുന്നുണ്ട്. അവളിങ്ങനെ ഹീറോയോടൊപ്പം ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ആൺസുഹൃത്തിന് വല്ലാതെ പോസസീവ് അടിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഹീറോയുടെ കാറ് അത്ര പോരാ എന്നും എൻ്റെ കാറിൽ നിന്നെ കൊണ്ടുപോവാ, നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് അവൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട്, ശരിയാ ഇവന്റെ കാർ ഒരു തല്ലിപ്പൊളി കാറ് തന്നെ, പക്ഷേ ഇവനോടൊപ്പം ആ തല്ലിപ്പൊളി കാറിലിരുന്ന് പോകാനാ എനിക്ക് ഇഷ്ടമെന്ന്. അപ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇതുപോലുള്ള ക്രിഞ്ച് കേൾക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ തീരെ താല്പര്യമില്ല എന്ന്. ഇനി നിങ്ങൾ രണ്ടുപേരുള്ള സ്ഥലത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെ തന്നെ അവളുടെ സഹോദരൻ അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഹീറോയുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന്. പക്ഷേ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നീ പോയി റിലാക്സ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിൻ ആവട്ടെ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ സഹോദരന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളാമെന്ന്. അവൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും നാളെ തന്നെ വരത്തില്ലേ എന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഞാൻ നാളെ രാവിലെ തന്നെ എവിടെ എത്തുമെന്ന്, നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണവും കഴിക്കാമെന്ന് പറയുന്നു. ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോയിൻ്റെ അച്ഛനെ കാണാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരു പെട്ടി തുറന്ന് അവരെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ്, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഹീറോയിന്റെ പേരിൽ എഴുതി വെക്കാം എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പണം കൊണ്ട് എൻ്റെ മോളെ വാങ്ങിക്കാമെന്ന് കരുതിയോ എന്ന്. ഉടനടി ഹീറോ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അങ്കിൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ എൻ്റെ പക്കലുള്ള സ്വത്തുക്കൾ പോലും അവളുടെ പേരിൽ എഴുതി വെക്കണമെന്നേ എനിക്കുള്ളൂ. ഇനിയും ഞാനിതിൽ കൂടുതൽ സമ്പാദിക്കും, പക്ഷേ അതിൽ എല്ലായ്പ്പോഴും അവളെ ഞാൻ നന്നായി സംരക്ഷിക്കുകയും നോക്കുകയും പരിഗണിക്കുകയും ചെയ്യും. നിങ്ങളുടെ മകളെ നന്നായി നോക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കണം, അത്രമാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ എന്ന് ഹീറോ പറയുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, മരുമകൻ വല്ലാതെ പേടിച്ചു പോയതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ മരുമകൻ എന്ന് കേട്ടപ്പോൾ ഹീറോയും അതുപോലെ ഹീറോയിനും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവരിരുവരുടെയും വിവാഹത്തിന് അവളുടെ അച്ഛൻ സമ്മതം മൂളിയിരിക്കുകയാണെന്ന് ഓർത്തിട്ട് അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുന്നുണ്ട്. ഹീറോയിനാവട്ടെ പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഹീറോയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛനാവട്ടെ നേരത്തെ തന്നെ ഹീറോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു. ഹീറോയിന് വേണ്ടിയിട്ടാണ് അവൻ ജയിലിൽ പോയെന്നും ജയിലിൽ പോയെങ്കിലും അവൻ അവിടെയും നല്ല സ്വഭാവത്തോടെ തന്നെയാണ് പെരുമാറിയിരുന്നത്. തിരിച്ചെത്തിയ അവൻ അവന്റെ അച്ഛനിൽ നിന്ന് അകലം പാലിച്ച് സ്വന്തമായ ഒരു കമ്പനി തുടങ്ങി. കാരണം അവന്റെ അച്ഛൻ അത്ര നല്ലയാളല്ലായിരുന്നു എന്ന് ഹീറോയിന്റെ അച്ഛൻ അറിയാമായിരുന്നു. അതുമാത്രമല്ല എന്തുകൊണ്ടും തൻ്റെ മകളെ അവൻ പൊന്നുപോലെ നോക്കുമെന്നൊരു ഉറപ്പും ആ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ ടൈമിലെ അവരുടെ പ്രപ്പോസൽ മുടങ്ങിപ്പോയതാണല്ലോ, അതുകൊണ്ട് അവർ വീണ്ടും അത് ഒന്നും കൂടി ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ ആ സ്കൂൾ ടൈമിലെ യൂണിഫോം ഇട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ആ പ്രപ്പോസലിന് വേണ്ടി തയ്യാറാവുന്നു. അവനാവട്ടെ ഒരു റിങ്ങുമായി മുട്ടുകുത്തിയിരുന്നിട്ട് അവളോട് പറയുന്നുണ്ട്, 4 വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് ഇഷ്ടം തുറന്നു പറയാനൊരുങ്ങിയതാണ്, അന്നത് നടന്നില്ല. ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടം സ്ട്രോങ് ആയതേ ഉള്ളൂ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, എന്നെ വിവാഹം കഴിക്കൂ എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവന്റെ പ്രപ്പോസലിന് സമ്മതം മൂളുകയും അവരിരുവരും കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് ഹീറോയിന്റെ അച്ഛനാവട്ടെ ഇതുപോലെ തന്റെ മകളുടെ ഫിയാൻസി ആണെന്ന് പറഞ്ഞ് ഹീറോയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് അവരിരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഹീറോയുടെ അച്ഛനാവട്ടെ അവനെ ഒന്ന് തനിച്ച് കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ എന്താണ് അവന്റെ അച്ഛൻ അവനോട് പറയാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അവളെ സമാധാനപ്പെടുത്തി മുറിയിലേക്ക് അയക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. എത്ര ധൈര്യമുണ്ടായിട്ടാ നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചത്? എല്ലാവരും അറിഞ്ഞു നിന്റെ വിവാഹത്തെക്കുറിച്ച്, പക്ഷേ നിന്റെ അച്ഛനായ ഞാൻ മാത്രം അറിഞ്ഞില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു.
എൻ്റെ മുത്തശ്ശൻ്റെ മരണശേഷം എൻ്റെ അമ്മയെ കൊന്നിട്ട് അവരുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ കൈക്കലാക്കി. എനിക്ക് അവകാശപ്പെട്ട ഒന്നിനും ഞാൻ നിങ്ങളോട് തെണ്ടേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എൻ്റെ അടുത്ത് തന്നെ വന്നു ചേർന്നോളും. എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾക്ക് തീർച്ചയായും ഞാൻ തന്നെയാണ് അവകാശി, അല്ലാതെ നിങ്ങളല്ല. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. അവൻ്റെ അച്ഛനാവട്ടെ ഒരുപാട് ദേഷ്യത്തോടെ കുറേ ശാപവാക്കുകളും കുത്തുവാക്കുകളും അവനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അല്ലാതെ അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയാൾ ഇത്രയും നാളും അടക്കിവാണ് സ്വത്തുകളും അവൻ കൈക്കലാകാൻ പോവുകയാണല്ലോ. ഹീറോനാവട്ടെ അവൻ്റെ അച്ഛൻ അവനെ ഇങ്ങനെ അടിക്കുന്നത് കണ്ടിരുന്നു. അവള് വല്ലാതെ വിഷമിച്ചവൻ്റെ അടുത്ത് നിന്നിട്ട് അവന് വേദനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വേദനിക്കുന്നേ അവിടെ വേദനിക്കുന്നേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവളാവട്ടെ ഉടനടി വല്ലാതെ ഫീൽ ചെയ്ത് കരയാൻ തുടങ്ങുന്നുണ്ട്. അവൾ കരയാൻ പോകുന്നത് കണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ മുറിയിലെത്തിയപ്പോൾ അവനാവട്ടെ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ സിബ് കുറച്ച് താഴേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവട്ടെ റൊമാൻസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന അവളാവട്ടെ അവനെ തള്ളി പുറത്തേക്ക് മാറ്റുന്നുണ്ട്. അവനാവട്ടെ പുറത്തു നിന്ന് വിളിച്ചു ചോദിക്കുന്നുമുണ്ട്, ഈ ക്രിട്ടിക്കലായ സമയത്താണോ എന്നെ തള്ളി പുറത്തേക്ക് കളഞ്ഞ് വാതിലടയ്ക്കുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ വിവാഹവും കഴിയുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയായി മുന്നോട്ട് ജീവിക്കുന്നു. അങ്ങനെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. സോറി, ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു കുട്ടി എന്നോട് വീഡിയോയിൽ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. സോറി, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മയിൽ വന്നത്. ഹായ് സൽമ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും കമന്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് വേണമെങ്കിൽ അതും പറയാം. സൗണ്ട് ഇപ്പോൾ തീരെ ഓക്കെ അല്ല. കുറച്ച് ദിവസമായി ഒരു പനി തുടങ്ങിയിട്ട്. പനി അങ്ങ് മാറിയെങ്കിലും തൊണ്ട തീരെ അങ്ങോട്ട് ശരിയായിട്ടില്ല, അടഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ഡ്രാമകൾ പെൻഡിങ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലും ഈ ഡ്രാമ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.